ബ്രഷ് സെലക്ട് ചെയ്യുന്നതിലും ബ്രഷ് ചെയ്യുന്ന രീതിയുമാണ് പ്രധാനമായും ഈ പല്ല് തേയ്മാനം ഉണ്ടാവുമോ എന്നുള്ളതിന് കാരണം. തേയ്മാനവും ടൂത്ത് പേസ്റ്റുമായിട്ട് കാര്യമായ ബന്ധമുണ്ടെന്ന് നമുക്കിപ്പോൾ സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളെല്ലാം നിരുപദ്രവകാരികൾ തന്നെയാണ്. നമ്മൾ 6 മാസത്തിലൊരിക്കൽ ഒരു ഡെൻ്റൽ പ്രൊഫഷണൽ ക്ലീനിങ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മൃദുല പരമേശ്വരൻ. ഡോക്ടർ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, നമ്മൾ എപ്പോഴും കാണാറുണ്ട് പരസ്യം, പല്ല് പുളിപ്പ്. അതായത് ഐസ്ക്രീം കഴിക്കുന്നു, പല്ല് വേദനിക്കുന്നു, പല്ല് പുളിക്കുന്നു, ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കൂ, ആ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കൂ, ഇതൊക്കെയാണ് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് TV-യിൽ. അപ്പോൾ എന്താണ് ഡോക്ടർ ഈ പല്ല് പുളിപ്പ്? പല്ല് പുളിപ്പ് അഥവാ ടൂത്ത് സെൻസിറ്റിവിറ്റി എന്നാണ് പറയുക. അതായത് നമ്മൾ ചൂടുള്ളതോ അല്ലെങ്കിൽ തണുത്തതോ മധുരമുള്ളതോ ആയ പദാർത്ഥങ്ങൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു കറണ്ട് അടിക്കുന്നത് പോലെ ഒരു ഫീലിംഗ്, അല്ലെന്നുണ്ടെങ്കിൽ പല്ല് പുളിച്ച് വരിക, അതിനെയാണ് നമ്മൾ ടൂത്ത് സെൻസിറ്റിവിറ്റി അഥവാ പല്ല് പുളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൂത്തിന് നമ്മൾ കാണുന്ന ക്രൗൺ പോർഷൻ അത് 3 ആവരണങ്ങളാണ് അതിനുള്ളത്. അതിൻ്റെ മുകളിലത്തെ പാളി എന്ന് പറയുന്നത് ഇനാമൽ, നമ്മൾ കാണുന്ന വെളുത്ത പോർഷൻ. ഇനാമൽ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ ഡെൻറ്റീൻ എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഡെൻറ്റീൻ, കുറച്ചും കൂടെ യെല്ലോയിഷ് ആണ്. ഡെൻറ്റീന് താഴെ വരുന്നതാണ് പൾപ്പ്, അതായത് പല്ലിൻ്റെ വേരുകൾ രക്തക്കൊഴലുകളൊക്കെ വരുന്ന ഫ്ലഷി ആയിട്ടുള്ള മജ്ജ, അതാണ് പൾപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇനാമൽ കുറച്ച് നാൾ എന്തെങ്കിലും കാരണത്താൽ തേഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ കാരണമോ മറ്റോ പല്ല് പൊട്ടിപ്പോവുകയോ ചെയ്ത് അകത്തുള്ള ഡെൻറ്റീൻ എക്സ്പോസ് ആയി കഴിയുമ്പോഴത്തേനുമാണ് നമുക്ക് പല്ല് പുളിപ്പ് അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. ഈ ഇനാമൽ തേഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഇനാമൽ എന്തെങ്കിലും കാരണവശാൽ ഒരു പക്ഷേ രോഗം കാരണം മോണ ഇറങ്ങിയിട്ട് ഡെൻറ്റീൻ എക്സ്പോസ്ഡ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തേയ്മാനം, അതാണ് പ്രധാനപ്പെട്ട ലക്ഷണം. തേയ്മാനം കാരണം ഇനാമൽ തേഞ്ഞു പോയിട്ട് അകത്തുള്ള ഡെൻറ്റീൻ എക്സ്പോഷർ വരാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ഫോൾട്ടി ടൂത്ത് ബ്രഷിങ്, അതായത് ശരിയായ രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്യാത്തത് കൊണ്ടാണ് പല്ലിന് തേയ്മാനം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെയാണ് പല്ല് പുളിപ്പും മിക്കവാറും കാണുന്നത്. ഓക്കെ, ഈ പല്ല് തേയ്മാനം വരുന്നത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ നേരെ ബ്രഷ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളത്. എങ്ങനെയാണ് ഡോക്ടർ അപ്പോൾ നേരെ ബ്രഷ് ചെയ്യേണ്ടത് പല്ല് തേയ്മാനം വരാതിരിക്കാൻ? പല്ല് തേയ്മാനം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണമാണ് നേരെ കറക്റ്റായ രീതിയിൽ പല്ല് ബ്രഷ് ചെയ്യാത്തത്. അതായത് എപ്പോഴും നമ്മുടെ മോണയിൽ നിന്ന് പല്ലിൻ്റെ ഭാഗത്തേക്കാണ് ബ്രഷ് ചെയ്യേണ്ടത്. ഇപ്പം ചിലർ പല്ല് നന്നായി വെളുത്തോട്ടെ എന്ന് വിചാരിച്ച് നന്നായിട്ട് സൈഡ് ടു സൈഡായിട്ട് ഭയങ്കര ഫോഴ്സിൽ ബ്രഷ് ചെയ്യാവുന്ന കട്ടി കൂടിയ ബ്രഷുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഉമിക്കരി, പൽപ്പൊടി പോലെയുള്ള ഹൈലി അബ്രേസീവ് ആയിട്ടുള്ള, അതായത് പല്ല് ഇനാമൽ തേഞ്ഞു പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള മെറ്റീരിയൽസ്, പണ്ടുള്ളവരൊക്കെ ഉപ്പും പിന്നെ ഉമിക്കരിയൊക്കെ ഇട്ടാണ് പല്ല് തേച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ബലം പ്രയോഗിച്ച് തേക്കുന്ന സമയത്ത് ഈ ഇനാമൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് വോൺ ഔട്ടായി പോകും. അത് തേഞ്ഞ് അകത്തുള്ള ഈ ഡെൻറ്റിൻ എക്സ്പോസ് ആയി തുടങ്ങുമ്പോഴത്തേനും പല്ല് പുളിപ്പിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്നു. അപ്പം ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ബലം പ്രയോഗിച്ച് ബ്രഷ് ചെയ്തുകൊണ്ട് പല്ല് വെളുക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ മോണയ്ക്കും പല്ലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം മോണയിൽ നിന്ന് പല്ലിൻ്റെ ഭാഗത്തേക്ക് പതിയെ ബ്രഷ് ചെയ്താൽ മതിയാവും. കഴിയുന്നതും സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം, ഹാർഡിലേക്ക് ഒരിക്കലും പോരുത്, സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രിസിൽസ് ഉള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പതിയെ ബ്രഷ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ബ്രഷുകൾ എത്താത്ത സ്ഥലങ്ങളുണ്ടാവും, ആ ഭാഗത്ത് തീർച്ചയായിട്ടും അഴുക്ക് അടിഞ്ഞു കൂടിയിട്ട് കാൽക്കുലസ് എന്ന് പറയും, അതായത് ഇത്തിൾ പോലെയല്ല കട്ടിയായിട്ടുള്ള ഒരു മെറ്റീരിയലായി മാറും ഈ അഴുക്ക്. അപ്പോൾ അത് നമ്മളിനി എങ്ങനെ ബ്രഷ് ചെയ്താലും നമ്മൾക്കത് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് 6 മാസത്തിലൊരിക്കൽ നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കെയിലിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് എന്ന് പറയും, ഡെൻ്റൽ സ്കെയിലിംഗ്, അത് ചെയ്യേണ്ടതും അനിവാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പല്ല് തേഞ്ഞു പോയിട്ട് പുളിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പരസ്യത്തിൽ പറയുന്ന ടൂത്ത് പേസ്റ്റുകളുണ്ട്, അതായത് ഈ സെൻസിറ്റീവ് പല്ലിനെ മെച്ചപ്പെടുത്തി നേരെ കൊണ്ടുവരുന്ന ടൂത്ത് പേസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൂത്ത് പേസ്റ്റുകളും ഉണ്ട്, എന്നാൽ മറ്റ് ടൂത്ത് പേസ്റ്റുകളുണ്ട് വായുനാറ്റം കുറയ്ക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പല പല പരസ്യങ്ങളാണ് നമ്മൾ കാണുന്നത്, ഡെയിലി കാണുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് തേച്ചാലാണ് നമുക്ക് ഈ പല്ല് തേയ്മാനത്തെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ പല്ല് പുളിപ്പ് മാറ്റാനും സാധിക്കുന്നത്? തേയ്മാനവും ടൂത്ത് പേസ്റ്റുമായിട്ട് കാര്യമായ ബന്ധമുണ്ടെന്ന് നമുക്കിപ്പോൾ സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളെല്ലാം നിരുപദ്രവകാരികൾ തന്നെയാണ്.
കഴിയുന്ന ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം പല്ലിൻ്റെ ദന്തക്ഷയം കുറയ്ക്കാൻ ഒരു പരിധി വരെ അത് നമ്മളെ സഹായിക്കും. അപ്പം പല്ല് ബ്രഷ് ചെയ്യുന്ന രീതിയാണ് പ്രശ്നം, അതാണ് പ്രശ്നം. അപ്പം പേസ്റ്റിലല്ല കാര്യം. പേസ്റ്റുകൾ ഈ പറഞ്ഞതുപോലെ തന്നെ പരസ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പല്ല് പുളിപ്പിനുള്ള പേസ്റ്റ് ഉണ്ട്, മോണരോഗത്തിനുള്ള പേസ്റ്റ് ഉണ്ട്. അപ്പം അത് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളവരിൽ നമുക്കത് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ സാധാരണ ആളുകൾക്ക് പല്ല് ബ്രഷ് ചെയ്യുന്നതിന് നമുക്ക് സാധാരണ അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റ് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ശരിയായ രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്യുക. ബ്രഷ് സെലക്ട് ചെയ്യുന്നതിലും ബ്രഷ് ചെയ്യുന്ന രീതിയുമാണ് പ്രധാനമായും ഈ പല്ല് തേയ്മാനം ഉണ്ടാവുമോ എന്നുള്ളതിന് കാരണം. ഓക്കെ, ഇപ്പോൾ ഒരു പല്ല് പുളിപ്പ് ഉള്ള ഒരാൾക്ക് പിന്നീട് അവർക്ക് തിരിച്ച് പല്ല് പുളിപ്പിൽ നിന്ന് മാറി നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന? തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രഷ് ചെയ്യുന്നത് മാത്രമല്ല കാര്യം. ഒന്ന് പല്ലിൻ്റെ തേയ്മാനം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അട്രീഷൻ എന്ന് പറഞ്ഞാൽ പല്ലുകൾ തമ്മിൽ ഉരഞ്ഞിട്ടുണ്ടാകുന്ന തേയ്മാനമാണ്. അതായത് ഒത്തിരി നാളായിട്ട് നല്ല ഇറുക്കി ചവച്ചരച്ച് കഴിക്കുന്നവരല്ല, അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്ന് കഴിയുമ്പോൾ പല്ല് വോൺ ഔട്ടായി തുടങ്ങും. അപ്പം എഗെയിൻ ഈ ഇനാമൽ തേഞ്ഞു പോയിട്ട് പല്ല് പൊളിപ്പ് തുടങ്ങും. പിന്നെ അബ്രേഷൻ, അതാണ് നമ്മൾ ഈ ബ്രഷിങ്ങും മറ്റും കാരണം ഉണ്ടാകുന്ന ആ ഉരസൽ കൊണ്ടുണ്ടാവുന്ന തേയ്മാനം, അത് അങ്ങനെ വരാം. പിന്നെ ഉള്ളത് പല്ലുകൾ കൊഴിഞ്ഞു പോയ ഭാഗത്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പല്ലില്ലാത്തതുകൊണ്ട് സ്ഥിരമായി ചില ഭാഗത്ത് വെച്ചായിരിക്കും ചിലർ ചവയ്ക്കുന്നത്. അപ്പോൾ അവിടെ തേയ്മാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രധാനമായും കാണുന്നത് ഇറോഷനാണ്. ഇറോഷൻ എന്ന് പറഞ്ഞാൽ ആസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, ഇപ്പം കോള പോലെയുള്ള പാനീയങ്ങളുടെ അമിതമായ ഉപയോഗം, അതുപോലെ നാരങ്ങ, ചിലർക്ക് സ്ഥിരമായി നെല്ലിക്ക തിന്നുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള അസിഡിക് ഫുഡ്സ്, പിന്നെ ചില കെമിക്കൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഈ കുറേ നാൾ ഈ കെമിക്കൽ എക്സ്പോഷർ അല്ലെങ്കിൽ അസിഡിക് എക്സ്പോഷർ വരുമ്പോഴത്തേനും ഈ പല്ലിൻ്റെ ഇനാമിൽ തേഞ്ഞു പോകും. പിന്നെ ചിലർക്ക് എപ്പോഴും വയറ്റിൽ നിന്ന് ആസിഡ് ഇങ്ങനെ തികട്ടി വരും, ഗ്യാസ്ട്രിക് റിഗർഗിറ്റേഷൻ എന്നാണ് അതിന് പറയുക. അപ്പോൾ അതും എഗെയിൻ ഈ ആസിഡിക് ഇതിൻ്റെ പ്രസൻസ് നമ്മുടെ വായിക്കകത്ത് ഉണ്ടാകുമ്പോൾ ഇനാമിൽ തേഞ്ഞു പോയിട്ട് ഇറോഷൻ, അങ്ങനെ നമുക്ക് എഗെയിൻ പല്ല് പുളിപ്പ് വരാം. അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക. ഇപ്പം ഗ്യാസ്ട്രിക് റിഗർഗിറ്റേഷൻ പോലെ ആണെങ്കിൽ നമുക്കതൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് രോഗിയെ പറഞ്ഞു വിടാം. പിന്നെ ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് കാരണമാണെങ്കിൽ ഹാബിറ്റ്സ് നമുക്ക് ഒഴിവാക്കിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കിത് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊരു ഡിഫക്റ്റായിട്ട് തന്നെ ഇപ്പം മിക്കവാറും കാണുന്നത് മോണയുടെയും പല്ലിൻ്റെയും ഇടയ്ക്ക് ഒരു വെട്ട് പോലെ, ഒരു ഗ്യാപ്പ് പോലെയുള്ള ഒരു ഡിഫക്റ്റായിട്ട് കാണാറുണ്ട്. മിക്കവാറും ടൂത്ത് ബ്രഷ് കാരണമുള്ള അബ്രേഷൻ വരുമ്പോഴാണ് അത് വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഹെവി ലോഡ് ഒരു പല്ലിലേക്ക് തന്നെ സ്ഥിരമായിട്ട് വരുമ്പോഴും ഇങ്ങനെയുള്ള ഡിഫക്റ്റ് വരാറുണ്ട്. പല്ലിൻ്റെയും മോണയുടെയും ഇടയ്ക്ക് ഒരു വെട്ട് പോലത്തെ ഡിഫക്റ്റ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കത് അടച്ചു വെക്കാനായിട്ട് സാധിക്കും. പലതരം മെറ്റീരിയൽസ്, പല്ലിൻ്റെ നിറത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കത് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഇനാമലിനെ, ഈ പോയ ഇനാമലിൻ്റെ ഭാഗം നമ്മൾ ഈ ഡെൻറ്റിൻ കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അടച്ച് ചികിത്സിക്കാനായിട്ട് പറ്റും. പിന്നെ ലേറ്റർ സ്റ്റേജിലാണ്, അതായത് നമ്മുടെ പൾപ്പിലേക്ക് വരെ തേഞ്ഞ് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ തെറാപ്പി പോലെയുള്ള ചികിത്സകൾ വേണ്ടിവരും. ഇനി ഇനീഷ്യൽ സ്റ്റേജിലാണ് നമുക്ക് അങ്ങനെ ഒരു ഡിഫക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, പക്ഷേ ഭയങ്കരമായ പല്ലുപുളിപ്പാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. പലതരത്തിലുള്ള ബ്രാൻഡുകളുണ്ട്. കഴിയുന്നതും ഡോക്ടർ നിർദ്ദേശിക്കുന്ന പേസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ പല്ലിൽ തേച്ച് ഒരു 10 മിനിറ്റ് വെച്ചിട്ടാണ് ബ്രഷ് ചെയ്ത് കളയേണ്ടത്. അതൊരു 8 ആഴ്ച വരെയൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ അഴുക്കെല്ലാം കയറി ഇരുന്നിട്ട് അവിടെ ഡെപ്പോസിറ്റ് ആയി, അതിനുശേഷം നമുക്ക് പല്ല് തേച്ചാലും അത് പോവില്ല എന്ന്. അപ്പോഴായിരിക്കുമല്ലോ നമ്മളൊരു ദന്തിസ്റ്റിനെ കണ്ടിട്ട് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുന്നത്, അത് പല്ല് ക്ലീൻ ചെയ്യാൻ പോകുന്നു. പക്ഷേ ഇങ്ങനെ അല്ലാതെ തന്നെ പല്ല് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു സംശയമാണ്, ഈ പല്ലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇനാമൽ നഷ്ടപ്പെടുമോ, അത് മുഖേന നമുക്ക് ഇതുപോലെ പല്ല് പുളിപ്പാൻ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ 6 മാസത്തിലൊരിക്കൽ ഒരു ഡെൻ്റൽ പ്രൊഫഷണൽ ക്ലീനിങ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഇനാമിൽ തേഞ്ഞു പോകുക എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ്. അതും ഇനാമിൽ തേഞ്ഞു പോകുന്നതുകൊണ്ട് ഒരു ബന്ധവുമില്ല. കാരണം പല്ലിലുള്ള അഴുക്ക് മാത്രമാണ്, അത് മോണയുടെയും പല്ലിൻ്റെ ഇടയ്ക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്ക് മാത്രമാണ് നമ്മൾ ഒരു അൾട്രാസോണിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് റിമൂവ് ചെയ്യുന്നത്. കാൽക്കുലസ് എന്ന് പറയും ആ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കിനെ, കക്ക പോലെ തോന്നുന്ന
അഴുക്കാണത്. അപ്പം ഒത്തിരി നാൾ അവിടെ ബ്രഷ് എത്താത്തടമാണ് അങ്ങനെ ആയി മാറുന്നത്. അപ്പം അത് നമ്മൾ ഈ അൾട്രാസോണിക് സ്കെയിലിംഗ് ടിപ്പ് ഉപയോഗിച്ചിട്ട് അത് മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പം അത് റിമൂവ് ചെയ്യുമ്പം എല്ലാവരും വിചാരിക്കുന്നത് ഇനാമലാണ് പോകുന്നതെന്നാണ്. അപ്പം ഒരു കാരണവശാലും നമ്മൾ പല്ലിൻ്റെ ആവരണത്തിലൊന്നും ഒരു ഹാമും വരുത്തുന്നില്ല നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് പുളിപ്പ് അനുഭവപ്പെടുമോ എന്നുള്ളതാണ്. ഒരു ദിവസത്തേക്ക് ചെറിയൊരു പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. അത് ഒരു പക്ഷേ വേരിൻ്റെ മുകളിലേക്കൊക്കെ ഇരുന്ന അഴുക്ക് നമ്മൾ മാറ്റി കഴിയുമ്പോൾ അവിടെ ഡെന്റിൻ എക്സ്പോഷർ ആവും, പിന്നെയും ഇനാമൽ പോയിട്ടുള്ളവ. അപ്പം ആ എക്സ്പോഷർ വരുന്നത് കൊണ്ടും കൂടി ആവാം ഈ പല്ല് പുളിപ്പ് വരുന്നത്. അല്ലാതെ ഒരിക്കലും പല്ല് ക്ലീൻ ചെയ്ത് ഈ ഇനാമൽ പോയത് കൊണ്ട് ഒന്നും ഉണ്ടാവുന്ന പുളിപ്പല്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് പേഷ്യൻറ്റിന് ചിലപ്പോൾ ഡീസെൻസിറ്റൈസിങ് പേസ്റ്റ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ പല്ല് പുളിപ്പ് എന്ന് പറയുന്ന രോഗം നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാം വരുന്നത് നമ്മുടെ ബ്രഷിങ്ങിലാണ് അല്ലേ? നമ്മൾ കൂടുതലും വരുന്നത് നമ്മൾ എങ്ങനെ ഹൈജീൻ ആവുന്നു എന്നതനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ രോഗങ്ങൾ വരിക അല്ലേ? ഓക്കെ. താങ്ക് യു ഡോക്ടർ. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് എത്താം. തീർച്ചയായും. താങ്ക് യു.